ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വച്ച സമാധാന പദ്ധതിക്ക് വൻ സ്വീകാര്യത. ഹമാസ് മാത്രമാണ് പദ്ധതി അംഗീകരിക്കാനുള്ളത്. ഇസ്രായേലും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ട്രംപ് സൊല്യൂഷൻ അംഗീകരിച്ചു. ബീഹാറിൽ തീവ്ര പരിഷ്കരണ പ്രക്രിയ പൂർത്തിയായപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് 47 ലക്ഷം പേർ പുറത്തായി. അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 7,42,00,000 പേരാണ്. DGP യോഗേഷ് ഗുപ്തയ്ക്ക് അനുകൂലമായി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്ര നിയമനത്തിനുള്ള വിജിലൻസ് ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കണമെന്ന് ട്രൈബ്യൂണൽ സംസ്ഥാന സർക്കാരിന് കർശന നിർദ്ദേശം നൽകി. ചീഫ് സെക്രട്ടറി, പൊതുഭരണ സെക്രട്ടറി എന്നിവരുടെ നിലപാട് നീതീകരിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് സുനിൽ തോമസ്, വി രമ മാത്യു എന്നിവരുടെ സംയുക്ത വിധിയിൽ പറയുന്നു. വിജിലൻസ് മേധാവിയായിരിക്കെ PP ദിവ്യ ഉൾപ്പെടെ ചിലർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്. ഭരണത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ കയ്യൂക്ക് കൊണ്ട് നേരിടുന്ന രീതി ഇന്ന് രാജ്യത്തുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര മീഡിയ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇന്നലെ ആരംഭിച്ച മുഖ്യമന്ത്രിക്കൊപ്പം സിറ്റിസൺ കണക്റ്റിനെതിരെ വ്യാപക പരാതി. കണക്ട് സെന്ററിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് ആദ്യ ദിനം തന്നെ ഉയർന്ന പരാതി. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലും ചിലർ പരാതി എഴുതി. ഞാൻ വളരെ താഴെയായിരുന്നു. ആശ്രയമായത് ഗ്ലോബൽ ഗേറ്റ്വേ ആണ്. ഗ്ലോബൽ ഗേറ്റ്വേ എനിക്കിപ്പം കളിക്കൂട്ടുകാരനാണ്. Now I am not afraid of exams at all. I will sleep peacefully even the night before the exam. മോട്ടോർ വാഹന വകുപ്പ് ഫ്ളാഗ് ഓഫ് ചടങ്ങ് സ്വയം റദ്ദാക്കിയ സംഭവത്തിൽ മന്ത്രി ഗണേഷ് കുമാർ പരിപാടിയുടെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി ജോയിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തിങ്കളാഴ്ച കനകക്കുന്നിൽ നടന്ന പരിപാടിയിൽ കാഴ്ചക്കാരില്ലെന്നും MVD ഉദ്യോഗസ്ഥർ വേണ്ടത്ര ഉണ്ടായില്ലെന്നും പറഞ്ഞ് ഗണേഷ് കുമാർ തന്നെ സ്വയം പരിപാടി റദ്ദാക്കിയിരുന്നു. ദേവസ്വം ബോർഡിൽ വ്യാപകമായ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം ദേവസ്വം ഉത്തരവിൽ ചെമ്പായി മാറിയെന്ന് മുൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. സ്വർണശേഖരത്തിന്റെ കണക്കെടുപ്പ് പൂർത്തിയായി എന്ന് ഹൈക്കോടതി അറിയിക്കുന്നതിലും വീഴ്ച പറ്റിയെന്നാണ് വ്യക്തമാകുന്നത്. 111 ദിവസം നീളുന്ന സൂര്യ ഫെസ്റ്റിവൽ ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രമുഖരായവർ പങ്കെടുക്കുന്ന നൃത്ത സംഗീത ഉത്സവമാണ് നടക്കുന്നതെന്ന് സൂര്യ കൃഷ്ണമൂർത്തി അറിയിച്ചു. ഗ്ലോബൽ ഗേറ്റ്വേ ആപ്ലിക്കേഷൻ ഒരുക്കുന്ന ഫ്യൂച്ചർ ഇന്ത്യ സ്കോളർഷിപ്പ് എക്സാം 2025 വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമാകുന്നു. പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ 500 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സമ്മാനങ്ങൾ ഉറപ്പായും ലഭിക്കും. മികച്ച വിജയം നേടുന്നവർക്ക് സ്കൂൾ, താലൂക്ക്, ജില്ലാ തലത്തിൽ ആദരം. ഓൺലൈനായി രജിസ്റ്റർ ചെയ്താലുടൻ സ്റ്റഡി ഗൈഡ് ഡൗൺലോഡ് ചെയ്യാം. അതേ സിലബസിലുള്ള മോഡൽ എക്സാമുകൾ ആഗ്രഹിക്കുന്ന അത്രയും തവണ അറ്റൻഡ് ചെയ്ത് പരിശീലിക്കുവാനുള്ള അവസരമുണ്ട്. രജിസ്റ്റർ ചെയ്ത 7 ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തം സമയവും സൗകര്യവും അനുസരിച്ച് ആപ്ലിക്കേഷനിലൂടെ തന്നെ ഫൈനൽ സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യാം. മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ. താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തികച്ചും സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് വിജയത്തിന്റെ വഴി ഉറപ്പാക്കാം. ഇന്ന് മഹാനവമി. നാളെ രാവിലെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാകും. അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ ഇന്ന് CPM വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. സാംസ്കാരിക സംഘടനകളും കോടിയേരി അനുസ്മരണം നടത്തുന്നുണ്ട്. കാറിൽ കുടുംബസമേതം സഞ്ചരിക്കുന്നുവെന്ന വ്യാജേന തിരുവനന്തപുരം പാറശാലയിൽ സഞ്ചരിച്ച 4 പേരിൽ നിന്ന് 7 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി.
കേരള തമിഴ്നാട് അതിർത്തിയിൽ പാറശാലയ്ക്ക് സമീപം ചെങ്കവിള വച്ചാണ് റൂറൽ SP കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും പൊഴിയൂർ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ ഇവർ പിടിയിലായത്. കാർഷിക വിളകൾ നശിപ്പിച്ച 14 കാട്ടുപന്നികളെ ആറ്റിങ്ങൽ ഇടയ്ക്കോട് പിരപ്പമൺകാട് ഏലായിൽ വെടിവെച്ച് കൊന്നു. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ നായശല്യം രൂക്ഷമെന്ന് പരാതി. ക്യാമ്പസുകളിലെ വകുപ്പുകളിലും ക്വാർട്ടേഴ്സുകളിലും റോഡുകളിലുമെല്ലാമായി അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ശല്യമായി മാറിയിരിക്കുന്നുവെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. ചികിത്സയ്ക്ക് വേണ്ടി 1 വർഷത്തോളം സിനിമയിൽ നിന്ന് മാറി നിന്ന നടൻ മമ്മൂട്ടി ഇന്നലെ ഹൈദരാബാദിലെ ഷൂട്ടിംഗ് സെറ്റിലെത്തി. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റിലാണ് മമ്മൂട്ടി അഭിനയിക്കാനെത്തിയത്. ഗുവാഹട്ടിയിൽ നടന്ന വനിതാ ലോകകപ്പ് ക്രിക്കറ്റിലും ഇന്ത്യക്ക് ജയം. ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ 59 റൺസിന്റെ വിജയം നേടി. ദീപ്തി ശർമ്മ ഹാഫ് സെഞ്ചുറിയും 3 വിക്കറ്റും നേടി. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.